പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഈശോയെ, എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന മുമ്പ് ഇതൊന്ന് കൂടിയിട്ട് പോണവരുണ്ട്. ഈശോയെ, അവർ മക്കളുടെ ഇന്നത്തെ മുഴുവൻ യാത്രകൾ ഞാൻ അങ്ങേക്ക് ഏൽപ്പിക്കുന്നു. കടകമ്പോൾ നടത്തുന്നവരെ ഓർത്ത് ഞാൻ വേദനിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കട പൊട്ടിപ്പോകാൻ പോണവരുണ്ട്, കടം കയറി മുടിഞ്ഞവരുണ്ട്, ജപ്തി നടപടി നേരിടുന്നവരുണ്ട്, മക്കളെ ഓർത്ത് വേദനിക്കുന്നവരുണ്ട്, മക്കൾ തെറ്റായ ബന്ധങ്ങൾ അകപ്പെട്ടു പോയവരുണ്ട്, മക്കൾ പല കാര്യം വിളിച്ചു പറഞ്ഞിട്ട് മാതാപിതാക്കന്മാർക്ക് സഹായിക്കാൻ പറ്റാത്ത രീതിയിലായിട്ടുള്ളവരുണ്ട്. എന്ത് ചെയ്യുന്നറിയാൻ പാടില്ല, നഷ്ടം ചെയ്യുന്നവരുണ്ട്, കേസകപ്പെട്ടവരുണ്ട്, പിരിഞ്ഞ് താമസിക്കുന്നവരുണ്ട്, ഐക്യപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. കർത്താവ്, അവരെല്ലാം എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയായി ഞാൻ ആസ്വദിക്കുന്നു. കർത്താവെ, മക്കളില്ലാത്തവരുടെ സംഘടന നീ കാണുന്ന കർത്താവെ, പിരിഞ്ഞ് താമസിക്കുന്നവരുടെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരുടെയും കർത്താവെ, പലരെയും വിളിച്ചുകൊണ്ട് പോകേണ്ടി വരും. കർത്താവെ, അവരെ വിളിച്ചുകൊണ്ട് പോകാൻ ഇടയാക്കണം. ഈശോയെ,
അവർ ജീവിത പങ്കാളി അവരെ നിരാകരിച്ച ജീവിത പങ്കാളികൾക്ക് മനസ്സാന്തം ഉണ്ടായി അവർ ഒന്ന് വിളിച്ചുകൊണ്ട് പോകാനോ ഫോൺ വിളിക്കാനോ കർത്താവെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ ഒന്നും അസാധ്യമില്ലാത്തവനെ, അങ്ങനെ ഒരു നിമിഷത്തെ അഭിഷേകം കിട്ടിയാൽ അങ്ങയുടെ മക്കളെല്ലാം ഐക്യപ്പെട്ട് സ്നേഹപ്പെട്ടുള്ള ചെയ്യാൻ. ഏതെല്ലാം മേഖലകളിലാണ് നിങ്ങൾ വിഷമിക്കുന്നത്, ഏതെല്ലാം വ്യക്തികളെ ഓർത്താണ് നിങ്ങൾ സങ്കടപ്പെടുന്നത്, ഏതെല്ലാം വിഷയം ഓർത്താണ് നിങ്ങൾ സംഭ്രമിക്കപ്പെടുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകുന്ന അളിച്ചത് കർത്താവ് ഈ കുരിശിൻ്റെ ശക്തിയാൽ, എൻ്റെ പൗരോഹിത്യത്തെ 40 വർഷത്തെ കർത്താവിൻ്റെ ശുശ്രൂഷയുടെ യോഗ്യതയാൽ, സർവോപരി കൃപാസ്ഥാനത്താറ് ജീവനുടെ പ്രത്യക്ഷ മാതാവിൻ്റെ മധ്യസ്ഥ നടന്ന ലക്ഷക്കണക്കിന് പ്രാർത്ഥനകളുടെ ശക്തിയാൽ, പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധനാമത്തിൽ നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ ഈശോ തലങ്ങും വിലങ്ങും ആശീർവദിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ഓർക്കണില്ല, എന്നാലും കേൾക്കാത്തവരുണ്ടാവും. ഒരു മരിയൻ ഡിവോഷൻ അല്ലെങ്കിൽ മരിയൻ ഡിവോട്ടി, മാതാവിൻ്റെ വത്സല ഭക്തൻ അങ്ങനെ ഭക്ത, ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അത് വിജയിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ അമ്മ നമ്മളെ കൊണ്ടത് ചെയ്യിക്കും. ഞാൻ എന്താ പറയണമെന്നറിയാമോ? ഇനി അമ്പലപ്പുഴ പള്ളിയിൽ പണ്ട് വികാരിയായിരുന്ന കാര്യം ഇടയ്ക്ക് നിങ്ങളോട് പറയാറുണ്ട്. അവിടെ ചെന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരനുഭവം എന്ന് പറയുന്നത്, അവിടെ അമ്പലപ്പുഴ നമ്മൾക്ക് വീട്ടുകാരൊക്കെ കുറവാണ്. അപ്പം അതുകൊണ്ട് പാവത്തുങ്ങൾക്കെല്ലാം വീട് വെച്ച് കൊടുക്കുന്നൊരു പ്രോജക്റ്റ് ഈ പീറ്റർ പിതാവിൻ്റെ കാലത്ത് ചെയ്തതാണ്. ഒരു 2 ഏക്കർ സ്ഥലം അവിടെ വാങ്ങിച്ച് അവിടെ 42 വീടുകൾ ചെയ്ത് വീടില്ലാത്തവർക്ക് ഒരു പുനരധിവാസ പദ്ധതി. അപ്പം അന്നിരുന്ന ആൾക്കാർ, ഉപദേശകർ, ഇങ്ങനെ കൺസൾട്ടേറ്റീവ് ബോഡി ഉണ്ടാവുമല്ല, അത് പറഞ്ഞ് ഇവരുടെ പേരിലിത് കൊടുത്താൽ ഇവർ വിറ്റുകൊണ്ട് പോകുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പിതാവ് ആരുടെയും പേരിൽ കൊടുത്തില്ല. കാരണം വീടില്ലാത്തത് കൊണ്ട് അവർക്ക് വീട് സ്ഥലവുമായി, പക്ഷെ അവരുടെ പേരിൽ കൊടുത്തില്ല. കാര്യം അവർക്ക് ഗവൺമെൻറ് ആനുകൂല്യങ്ങളൊന്നും കിട്ടണില്ല. കാരണം വീട് സ്ഥലം അവരുടെ പേരിലല്ലല്ലോ. അപ്പോൾ അവിടെ സെപ്റ്റി ടാങ്ക് പോലും നന്നാക്കാനുള്ള വല്ല പ്രോജക്റ്റൊക്കെ വന്നാലും പഞ്ചായത്തിൽ നിന്ന് തള്ളിപ്പോവും. വീട് അവിടെ പേരിലല്ലെന്ന് പറയും. കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ ഈ നിയമം എടുത്ത് അവരെ ഒഴിവാക്കണമെന്നാണ് കാണുന്നത്. കാര്യം അവർ പലരും ആ നാട്ടുകാരല്ലല്ലോ, പുറത്തുനിന്ന് വന്ന് താമസിക്കുന്നവരാണ്. അപ്പം അങ്ങനെ ഒരു വിഷയമാണ്. അപ്പം ഇവർക്ക് കൊടുക്കാതിരിക്കാനും പറ്റത്തില്ല, കൊടുക്കാനും പറ്റത്തില്ല. അങ്ങനെ ഈ 16 കൊല്ലം ഒരു കീറാമുട്ടി പോലെ കിടക്കേണ്ട സംഭവം. എനിക്ക് തോന്നിയത്, അപ്പം അന്ന് ഈ സാഹിത്യ അക്കാഡമിയിലൊക്കെ പഠിക്കണ കാലമാണ്. ഗവൺമെൻറ് എനിക്ക് സീനിയർ ഫെലോഷിപ്പ് തന്നിട്ട് അതിൻ്റെ പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി കേരള സാഹിത്യ അക്കാഡമി പഠിക്കുകയാണ്. അപ്പം അമ്പലപ്പുഴയിൽ നിന്ന് പോയി വരാൻ എളുപ്പമായിരുന്നു. അപ്പം ഞാൻ പോകുമ്പോഴൊക്കെ പള്ളി അടച്ചിട്ടേക്കും മാതാവ് അൽത്താരയിലാണ് ഇരിക്കുന്നത്. അൽത്താരയിൽ നിന്ന് നമുക്ക് നോക്കി കുറേ ദൂരമുണ്ട്. അത് കാരണം ഞാൻ എന്താ വെച്ചാൽ, എനിക്ക് പോകുമ്പോൾ അമ്മയോട് സംസാരിച്ചിട്ട് പോകാൻ വേണ്ടി ഞാൻ അവിടെ ഒരു പള്ളിയുടെ അകത്ത് തന്നെ, നമ്മൾ ആനവാദിക്ക് തന്നെ അകത്ത്, പള്ളിയുടെ അകത്ത് തന്നെ ഒരു ടേബിൾ ഇട്ടിട്ട് മാതാവിൻ രൂപം കൊണ്ട് അവിടെ വെച്ചിരിക്കുകയാണ് അകത്തറിയുന്നു. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അതിൻ്റെ ഭാഷ, അതിൻ്റെ ഭക്തിയുടെ ദൈവസ്നേഹത്തിൻ്റെ ഭാഷയെല്ലാം ദൈവം വളരെ റെവറൻസോടെയാണ് എടുക്കുന്നത് ശരിക്കും. എന്നുവെച്ചാൽ മാതാവിനെ ഞാൻ കാണുന്നു, ഞാൻ രാത്രിയാണത് വരുന്നതെന്നുണ്ടെങ്കിൽ രാത്രി അമ്മയടുത്ത് വന്ന് നിൽക്കുന്നു, അന്നത്തെ കാര്യം പറയുന്നു, നന്ദി പറയുന്നു, പോയി കിടന്നുറങ്ങുന്നു. രാവിലെ എവിടെയെങ്കിലും അത് രാവിലെ വർക്കുണ്ടെങ്കിൽ അത് കഴിയുമ്പോൾ എവിടെയെങ്കിലും പോകണമെമ്പോൾ മാതാവിൻ്റെ അടുത്ത് പോയി. ഒരു ദിവസം ഞാൻ കൊടിമരത്തിങ്ങനെ ഇങ്ങനെ ഇരുന്ന് കൊന്തയിലപ്പോൾ
മാതാവിൻ്റെ പള്ളിയുടെ വാക്കിലാണ് കൊടിമരം. കൊടിമരത്തിന് മാതാവിനെ നോക്കിക്കൊണ്ട് അവിടെ മാതാവ് തിരിപ്പുണ്ടല്ലോ, ജെല്ലം തുറന്ന് കിടക്കുകയാണ്. കൊന്ത എല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ പറഞ്ഞു, ഈ കോടനിക്കാരുടെ കാര്യത്തിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സക്കറിയ 10:1 വസന്തവൃഷ്ടിയുടെ കാലത്ത് കർത്താവിനോട് മഴ ചോദിക്കുവിൻ. മഴക്കാർ അയക്കുന്നതും മഴ പെയ്യിച്ച് എല്ലാവർക്കും വേണ്ടി വയലിനെ ഹരിതപൂർണമാക്കുന്നതും കർത്താവാണ്. പതിനൊരു കാലം സമാധാനം ഉണ്ടാകുന്ന കേസ് അല്ലത്. പക്ഷെ എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ കാരണം, ഞാൻ പ്രാർത്ഥിക്കാൻ മാത്രമല്ല ഞാൻ ചെയ്തത് ഞാൻ ആ കൊടിമരത്തിൽ നിന്ന് ഒരു കൊന്ത ചൊല്ലി ഒരു 4 രഹസ്യം കഴിയുമ്പോൾ അവസാനത്തെ 10 രഹസ്യമുണ്ട്. 10 എന്ന് പറഞ്ഞ പറയില്ല, 5-ാം രഹസ്യം. 5-ാം രഹസ്യത്തിന് ഞാൻ മാതാവിൻ്റെ അടുത്ത് മുട്ടിലിഴഞ്ഞ് ചെല്ലും. ഞാനങ്ങനെ എത്ര കാലം ഇഴഞ്ഞ് ചെന്നിട്ടുണ്ടെന്ന് അറിയത്തില്ല. കുറേ നാളൊക്കെ ഇഴഞ്ഞ് ചെല്ലിട്ട് 2 കൊല്ലമെങ്കിലും അങ്ങനെ ഇഴഞ്ഞ് ചെന്ന് കാണും. 2ാമത്തെ കൊല്ലം ഒരു ദിവസം ബിഷപ്പിനെ വിളിച്ച് പറഞ്ഞ് പെട്ടെന്ന് വരാൻ പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ ഒരു ആധാരം എടുത്തുകാരൻ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ എന്നോട് സിബൻ പിതാവ് പറഞ്ഞ്, ഇത് ഉണ്ണിയാണ്, ഇയാൾക്ക് ആ ജനങ്ങൾക്ക് നിയമപരമായിട്ട് തന്നെ എന്ന സ്ഥലം അവർ വിട്ടുകൊണ്ട് പോകാത്ത രീതിയിൽ ക്ലോസ് വെച്ച് എഴുതാൻ കഴിയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെ പിതാവ് ഞാനും കൂടി ഇയാളെ കൊണ്ട് അത് പറയിപ്പിച്ച് നോക്കി. അയാൾ എഫിഷ്യൻ്റ് ആധാരം എടുത്തുകാരനാണ്. അപ്പോൾ അത് നോക്കിയപ്പോൾ അവർക്ക് വിൽക്കാൻ പറ്റത്തില്ല. പക്ഷെ അവരുടെ പേരില്ല, സ്ഥലവും വീടും അവരുടെ പേരില്ല. അവർ പണം മുടക്കി അവരുടെ പേരിലാക്കുകയാണ്. അവർക്ക് വിൽക്കാൻ പറ്റില്ല. അത് നല്ല ക്ലോസാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ വെച്ചാലേ, ഈ എല്ലാത്തിനും പോംവഴികളുണ്ട്. ശരിക്കും എല്ലാത്തിനും പോംവഴികളുണ്ട്. ഒരു വിതിൻ 2 ആഴ്ച കൊണ്ട് ആ പറമ്പുകളെല്ലാം അവരുടെ പേരിലാക്കി കൊടുത്തു. 2 ആഴ്ച കൊണ്ട്. അതായത് ഞാനത് മനസ്സിലാക്കിയത്, വഴിയില്ലാത്ത ഒരു കാര്യമില്ല. പക്ഷെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകണം. ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളേത് സീരിയസ് ആണ് ഈ വിഷയത്തിലെന്ന് ദൈവത്തിന് തോന്നണം. അല്ലാതെ ഒരു ചുമ്മാ ഈ ഒരു കാട്ടിക്കൂട്ടി ഇങ്ങനെ ഒപ്പിച്ചുണ്ടാക്കുന്ന രീതിയിലുള്ള തൊട്ടുകൂട്ടി പ്രാർത്ഥനകളില്ലേ, ഈ തൊട്ടുകൂട്ടി പ്രാർത്ഥനകളൊന്നും നമ്മുടെ യഥാർത്ഥ അതൊന്നും രജിസ്റ്റർ പോലും ആകത്തില്ല. ദൈവത്തിൻ്റെ മനസ്സിൽ രജിസ്റ്റർ ആകത്തില്ല ശരിക്കും. ഇന്ന് തന്നെ ഒരു ചേട്ടത്തി സാക്ഷ്യം പറഞ്ഞപ്പോൾ പറയണത്, ഇന്നലെ സാക്ഷ്യം പറഞ്ഞപ്പോൾ, ഞാനിതൊക്കെ ചെയ്യുമ്പോഴും എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല. ഞാൻ എന്താണ് പറയണമെന്ന് അവർക്ക് സാക്ഷ്യം പറയണേ. ഞാനിതൊക്കെ ചെയ്യുമ്പോഴും എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടി പ്രകാരം ചെയ്യണ കാര്യങ്ങളിലും അവർക്ക് അതിൻ്റെ അകത്ത് വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോഴാണ് ഇപ്പോൾ സാധാരണ പ്രാർത്ഥനക്കാരെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം ഇതാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവം അംഗീകരിക്കാൻ വേണ്ടി മാത്രം സത്യസന്ധവും അർപ്പണ മനോഭാവം ഉണ്ടാകണം. എന്നാൽ പിന്നെ ഏത് ഊരാ കൊടുക്കുകയാണെങ്കിലും മാതാവ് അഴിച്ച് കയ്യിൽ തരും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കിയതിന് ആദ്യം തന്നെ അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് പ്രമദ. ഞങ്ങൾ പാലക്കാട് നിന്ന് വരുന്നു. ഇതെൻ്റെ മോളാണ്. ഞാനൊരു സ്കൂൾ ടീച്ചറാണ്. ക്രിസ്ത്യൻ സ്കൂളിലാണ് ഞാൻ വർക്ക് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് എപ്പോഴും മാതാവിനെയും തിരുകുമാരനെയും ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത് ആ സ്കൂളിൽ അനിത സിസ്റ്ററിലൂടെയാണ്. ഞാൻ സിസ്റ്ററോട് എല്ലാം ഷെയർ ചെയ്യായിരുന്നു. എല്ലാ സങ്കടങ്ങളും എല്ലാം ഞാൻ ഷെയർ ചെയ്യായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒരു കൊച്ചു വീടാണുള്ളത്. അപ്പോൾ വീടിനെക്കുറിച്ച് എനിക്ക് വീടൊന്നും അധികം ആയിട്ടില്ല. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, മോളെ കൃപാസനത്ത് പോയി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വരൂ എന്നോട് പറഞ്ഞു. അത് മാർച്ച് മാസത്തിലായിരുന്നു എന്നോട് പറഞ്ഞത്.
അന്ന് തുടങ്ങി ഞാൻ യൂട്യൂബിലെ സാക്ഷ്യങ്ങൾ എനിക്ക് സിസ്റ്റർ അയച്ചു തരുമായിരുന്നു. ഞാനത് എല്ലാ ദിവസവും സാക്ഷ്യങ്ങൾ കേൾക്കും. പിന്നെ ഡെയിലി ബ്രെഡ് കേൾക്കും. ഈ ഡെയിലി ബ്രെഡ് അച്ഛൻ്റെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എന്നോട് സംസാരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തത്. ആ മാർച്ച് മാസം തുടങ്ങി എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ കൃപാസനത്ത് എത്തണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു. അതിൻ്റെ ഇടയിൽ എനിക്കൊരു സ്വപ്നം കണ്ടു. ഞാൻ ഇവിടെ അച്ഛൻ്റെ ധ്യാനത്തിൽ ക്ലാസ് കൂടുമായിരുന്നു. അപ്പം തന്നെ ഞാൻ ഉറച്ചു, മാതാവ് എന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന് ഇടപെടാൻ തുടങ്ങിയെന്ന് ഞാൻ വളരെ ഭയങ്കര വിശ്വാസമായി. എനിക്ക് എത്രയും പെട്ടെന്ന് എത്തണമെന്ന് ഞാൻ പിന്നെ വിശ്വസിച്ചു. പിന്നെ ഞങ്ങളുടെ കൊച്ചു വീടിന് ആ ഒരു 3 സെൻറ്റ് സ്ഥലത്തിലാണ് ഞങ്ങൾ വീട് വെച്ചിരിക്കുന്നത്. ഒരു വളരെ കുഞ്ഞു വീടാണ്, ഷീറ്റിട്ട വീട്. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ വീട്ടിലുള്ളിൽ വെള്ളമൊക്കെ നിറഞ്ഞ് ഞങ്ങൾ ആ സമയത്തൊക്കെ എഴുന്നേറ്റ് ഇരിക്കാറുണ്ട്. മനസ്സമാധാനമായിട്ട് ഞങ്ങൾ ഉറങ്ങിയിട്ട് വർഷങ്ങളായിട്ടുണ്ട്. അപ്പോൾ ആ വിഷമമൊക്കെ സിസ്റ്റർ പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ പൈസയോ ബാങ്ക് ബാലൻസോ അങ്ങനെ വേറെ സ്ഥലമോ വിൽക്കാനോ ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല. ആ കൊച്ചു വീട്ടിൽ തന്നെയായിരുന്നു ഞങ്ങൾ താമസം. അപ്പോൾ ഓരോ മഴക്കാലത്തും ഞങ്ങൾ ആലോചിക്കുമായിരുന്നു, മാതാവേ ഇതെല്ലാം കാണുന്നുണ്ടല്ലോ, അപ്പോൾ അടുത്ത മഴയ്ക്കെങ്കിലും ഞങ്ങൾക്കൊരു വീട് കിട്ടുമോ എന്ന് ഞങ്ങളിങ്ങനെ മനസ്സിൽ പറയും. പക്ഷെ ഞാൻ പുറത്തൊന്നും പറയില്ല വിഷമം. ആ സിസ്റ്ററോടും പറയും, ദൈവത്തോടും പറയും. അപ്പോൾ അത് എപ്പോഴായാലും കാണുമല്ലോ. പിന്നെ മക്കളുടെ പഠിപ്പ്, ആ കാര്യങ്ങളൊക്കെ നടന്നിട്ട് നമ്മൾക്ക് വീട് കെട്ടാനാവുള്ളൂ എന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. പക്ഷേ ഈ ധ്യാനം സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ തുടങ്ങി മാതാവ് ഞങ്ങളോട് വന്നിട്ട്, മോളെ വീട് പണി തുടങ്ങിക്കോളൂ എന്ന് ഞങ്ങൾക്ക് ധൈര്യം തന്ന് 1 ലക്ഷം രൂപ ഞങ്ങൾ കടം വാങ്ങി തുടങ്ങിയ ആൾക്കാരാണ്. പറഞ്ഞാൽ വിശ്വാസമാവുമെന്ന് എനിക്കറിയില്ല. 1 ലക്ഷം രൂപ കടം വാങ്ങി തുടങ്ങിയ വീട് പണി ഞങ്ങൾ തുടങ്ങി വെച്ചതാണ്. എന്നിട്ട് തറപ്പണി വരെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓഗസ്റ്റ് 23-ാം തീയതി ഇവിടെ നേരിട്ട് വരികയുണ്ടായിട്ട് ഉടമ്പടി എടുത്തു. ഓഗസ്റ്റ് 23-നാണ് എനിക്ക് കൃപാസനത്ത് വരാൻ സാധിച്ചത്. അവിടെ വന്ന് ഉടമ്പടി വസ്തുക്കളുമായി വീട്ടിൽ പോയി ആ തറയിൽ ഞങ്ങൾ ഉടമ്പടി വസ്തുക്കളൊക്കെ ഇട്ട് പ്രാർത്ഥിച്ച് രണ്ടാമത്തെ പുതുക്കലിന് തന്നെ 23 ലക്ഷത്തിൻ്റെ വീടാണ് ഞങ്ങൾക്ക് മാതാവ് നേരിട്ട് വന്ന് പണിത് തന്നത്. അത് ഞങ്ങൾക്ക് വലിയൊരു അഭിമാനം പോലെ. ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിച്ചത്. ഈ ഇരിക്കുന്ന വീട് പൊളിച്ചിട്ടാണ് ഞങ്ങൾക്ക് വാടക വീട് താമസിച്ചിട്ടാണ് വീട് പണി തുടങ്ങിയത്. 1 ലക്ഷം കടം വാങ്ങിയിട്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞു, എന്തിനാ ഈ പൈസ ഇല്ലാതെ നിങ്ങൾ കടം വാങ്ങി വാടക വീട്ടിൽ താമസിച്ച് വീട് പണിയെന്ന് ചോദിച്ചു. പക്ഷേ എനിക്കൊരു ടെൻഷനോ ഒന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. കാരണം മാതാവാണ് എനിക്ക് തോന്നിച്ചത്. പൊതുവേ ഞങ്ങൾക്ക് കടം വാങ്ങാൻ ലോൺ എടുത്ത് വീട് കെട്ടാൻ പേടിയായിരുന്നു. പക്ഷേ ഇതിനെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷം എൻ്റെ പേടി എവിടെ പോയി എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതൊന്നും കാര്യമില്ല, നമ്മൾക്ക് തുടങ്ങാം, ആരെന്തോ പറയട്ടെ, നമ്മൾക്ക് മാതാവ് കൂടെയുണ്ട് എന്ന് പറഞ്ഞിട്ട് കടം വാങ്ങിയ വീടാണ്. വാടകയ്ക്ക് ഞങ്ങൾ 8 മാസം 9 മാസമേ താമസിച്ചിരുന്നുള്ളൂ. 23 ലക്ഷത്തിൻ്റെ വീട് ഞങ്ങൾ പണിത് മാതാവ് നേരിട്ട് വന്ന് പറഞ്ഞു. ഞാൻ ഇടയ്ക്ക് നിന്നിട്ട് എൻ്റെ സിസ്റ്ററോട് പറയും, സിസ്റ്റർ ഞങ്ങൾക്ക് പൈസ എവിടെ നിന്ന് വന്നു എന്ന് ഞങ്ങൾക്കറിയില്ല, മോളെ നീ ടെൻഷൻ അടിക്കേണ്ട, മാതാവാണ് ഒപ്പം നിന്ന് നിങ്ങൾക്ക് വീട് പണിത് തന്നിരുന്നത്, അതിൽ ഒരു സംശയവും വേണ്ട. ഞങ്ങളും പറയും, എല്ലാവരും പറയും, നിങ്ങൾ അപ്പം ലോൺ എടുത്തിട്ടാണോ വീട് കെട്ടിയത്, പൈസയൊന്നും ഇല്ലയെന്ന് പറഞ്ഞല്ലോ, പിന്നെ എങ്ങനെ ഇത്ര പെട്ടെന്ന് നിങ്ങൾക്ക് വീടായി എന്ന് പറയും. അപ്പം ഞാൻ എല്ലാവരോടും ഒരേ ഒരു കാര്യമേ ഞാൻ പറഞ്ഞിരുന്നുള്ളൂ, മാതാവ് നേരിട്ട് വന്ന് കെട്ടിത്തന്ന വീടാണ്. ഞങ്ങൾക്ക് വലിയ കടങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. എങ്ങനെ പൈസ വന്നോ എവിടെ നിന്നൊന്നും ഞങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല. അത് ഞങ്ങൾ ഉച്ചത്തിൽ സൗണ്ട് നിലവിളിച്ചിട്ട് ഞാൻ പറയാറ്, മാതാവ് കെട്ടിത്തന്ന വീടാണ് എന്നുള്ളത്. അത് അങ്ങനെയാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. അപ്പോൾ ഞാൻ ഇടിയും മഴയൊക്കെ വന്നു കഴിഞ്ഞ് ഈ ഒരു മഴക്കാലത്ത് ഞങ്ങൾക്ക് മനസ്സമാധാനത്തോടെ അതിൻ്റെ വീട്ടിൽ ഉറങ്ങാൻ, ഞങ്ങൾ കാറ്റും മഴയൊക്കെ വരുമ്പോൾ മനസ്സമാധാനമായിട്ട് മാതാവിനെ ഓർത്തിട്ടാണ് ഇപ്പോൾ ഞാൻ കിടന്നുറങ്ങുന്നത്. പേടിയില്ലാതെ ഒരു റൂമാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. പക്ഷേ നല്ലൊരു വീട് ഞങ്ങൾക്ക് മാതാവ് പണിത് തന്നു. ഞങ്ങളെ കൊണ്ട് ഒരിക്കലും സാധിക്കില്ല. കാരണം വേറെ ഒരു സ്ഥലമോ ബാങ്ക് ബാലൻസോ ഒന്നുമില്ല. അതുകൊണ്ട് എനിക്ക് എത്ര പറഞ്ഞാലും എനിക്ക് മതി വരില്ല ആ വീടിനെ കുറിച്ചുള്ള സാക്ഷ്യം. പിന്നെ എൻ്റെ മോൾക്ക് 5-8 വർഷമായി ശ്വാസം മുട്ട് അലർജിയുള്ള മരുന്ന് കഴിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞ് ഡോക്ടറെ അടുത്ത് പോയിട്ട് മരുന്ന് കണ്ടിന്യൂ ചെയ്യണം, ഇത് എന്നും കഴിക്കേണ്ടതാണ് പറയുക. അപ്പം നമ്മൾ പറയും, അയ്യോ അത് എങ്ങനെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല, അലർജിയും ശ്വാസം മുട്ടും ഒന്ന് മാറ്റിത്തന്ന് ഇതെങ്ങോട്ട് പോകുമ്പോഴും ഞങ്ങൾക്ക് ഈ മരുന്ന് കൊണ്ടുപോകണം. അപ്പോൾ അതെനിക്കൊരു വിഷമമാണ്, പെൺകുട്ടിയല്ലേ, അപ്പം ഇനി എപ്പോഴും ഈ മരുന്ന് കൊണ്ട് ഇങ്ങനെ നടന്ന് അതൊരു വിഷമമല്ലേ ഡോക്ടറെ, അതെങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിത്തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഇതങ്ങനെ ഡോസുള്ള മരുന്നൊന്നും അല്ല, അത് കഴിച്ചോട്ടെ, എന്തായാലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല പറഞ്ഞു. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ മോള് ഈ നിമിഷം വരെ 8 വർഷത്തോളം മരുന്ന് കഴിച്ച മോള. ഞാനും അതുപോലെ മരുന്ന് കഴിച്ച ആളാണ്, ശ്വാസം മുട്ടൻ. എൻ്റെ ശ്വാസം മുട്ടാണ് മോൾക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഈ ഉടമ്പടി ഞാൻ ഓഗസ്റ്റ് 23-ന് ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ മോളും ഞാനും മരുന്ന് കഴിച്ചിട്ടേ ഇല്ല. ആ ഉടമ്പടി തൈലം ഹസ്ബൻഡ് നെറ്റിയിൽ കുരിശ് വരച്ച് തന്നിട്ട് വാക്കിങ്ങിന് പോണ ആളാണ്. 4:30 ഞാൻ പാതി മയക്കത്തിലായിരിക്കും. അപ്പോൾ ആൾ ഉടമ്പടി തൈലം വെച്ച് എൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് എൻ്റെ ശ്വാസം മുട്ട് കഥപ്പ് എല്ലാം മാറി. മോള് ബാംഗ്ലൂരിലായിരുന്നു 1 വർഷത്തോളം. ഞാനിപ്പോൾ അവിടെ വന്നിട്ട് അങ്ങനെ 1 വർഷം ആയിട്ടുള്ളൂ. അപ്പോൾ മോൾക്കാണെങ്കിലും അവൾ കുരിശ് വരയ്ക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. പക്ഷേ മനസ്സുരുകി പ്രാർത്ഥിച്ച് എൻ്റെ മോൾക്ക്, ബാംഗ്ലൂരിൽ ക്ലൈമറ്റ് അറിയാലോ, തണുപ്പും എല്ലാം ഉള്ളതാണ്. പക്ഷേ എൻ്റെ മോൾക്ക് ഈ നിമിഷം വരെ മരുന്നുമില്ല, ഒന്നുമില്ലാതെ മാതാവ് അത് ഞങ്ങൾക്ക് മാറ്റി തന്നു.
എത്ര പറഞ്ഞാലും എനിക്ക് മതി വരില്ല. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമാണെങ്കിലും ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവിടുത്തെ ടീച്ചേഴ്സിനും പിന്നെ പരിസരവാസികൾക്കെല്ലാം പറഞ്ഞു തന്നെയാണ് ഞങ്ങളുടെ അത്ഭുതങ്ങൾ നടന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ അവരോട് പേപ്പറെല്ലാം കൊടുക്കാറ്. പിന്നെ ഞങ്ങളുടെ അത്ഭുതങ്ങൾ കണ്ടിട്ടും എല്ലാവരും ഇങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി, എന്തോ നിങ്ങൾക്ക് ഇത്ര എന്താ പറയുക അങ്ങനെ പറഞ്ഞു. അപ്പം ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ചത് കൊണ്ടും ഉടമ്പടി എടുത്തതുകൊണ്ട് മാത്രമാണ് നടന്നതല്ല, ഞങ്ങളുടെ ഒരു കഴിവിലും അല്ലാതെ നടന്നതെന്ന് പറഞ്ഞ് ഞങ്ങളിലൂടെ കുറേ പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് പേര് വരാനായിട്ട് നിൽക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ടൈമില്ലാത്ത ഒരു കാരണം കൊണ്ട് മാത്രം ഞങ്ങളവരെ അടുത്ത മാസം കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ഒന്ന് ഞാൻ സാക്ഷ്യം പറയാൻ മാത്രമായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ അത് നോക്കിയപ്പോൾ പറഞ്ഞു ഡേറ്റ് വൈകി കഴിഞ്ഞു, പുതുക്കിയിട്ട് വരും, എന്നിട്ട് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. അത് പുതുക്കി വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങളിപ്പോൾ സാക്ഷ്യം പറഞ്ഞിട്ട് പോവുകയാണ്. ഇനി അടുത്ത മാസം ഒരുപാട് പേര് ഇവിടെ വരാനായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മളിലൂടെ കുറേ പേര് അനുഗ്രഹങ്ങൾ കിട്ടണമെന്നാണ് ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഞാൻ പറയാം, ആത്മാർത്ഥമായിട്ട് ഈ കൃപാസനത്തിൽ കാല് കുത്തിയ മാതാവ് നമ്മളെ ഒരിക്കലും കൈവിടില്ല എന്നുള്ള തെളിവാണ് ഞങ്ങളുടെ കുടുംബത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ എല്ലാവർക്കും അനുഗ്രഹങ്ങൾ വരണം. അന്നിപ്പോൾ ഞങ്ങൾ ട്രെയിനിൽ വരുമ്പോൾ തന്നെ 2 ഫാമിലീനെ കണ്ടിട്ടുണ്ടായിരുന്നു. അവരോടും ഞങ്ങൾ ഇത് അവിടെ നിന്ന് കയറി ഇവിടെ എത്തുന്നവരെ ഞങ്ങൾക്ക് പറഞ്ഞിട്ടും മതി വരുന്നില്ല. അവർ ഇടയിൽ സ്റ്റോപ്പിൽ ഇറങ്ങിപ്പോയി. പക്ഷേ എനിക്ക് അവരോട് ഇനിയും എന്തൊക്കെയോ പറയാനുണ്ട്. അവർ എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ചോദിച്ചു, വിളിക്കാൻ മോളെ എനിക്കും വരണം പറഞ്ഞു. അപ്പം നമ്മളിലൂടെ ഒരുപാട് ആൾക്കാരുടെ വേദനകളും സങ്കടങ്ങളും മാറാൻ ആഗ്രഹമാണെങ്കിൽ എനിക്കതിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ കാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ റോഡ് സൈഡിൽ ഭിക്ഷക്കാർ പോലെ ഇരിക്കുന്ന അവരെ തേടി നടന്നിട്ടാണ് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാറ്. ഞങ്ങൾ ചില സൺഡേസിലാണ് മിക്കവാറും പോവാറ്. അപ്പോൾ മോനും മോളും പിന്നെ ഞങ്ങൾ 2 പേരും കൂടെ 2 ബൈക്കിലെടുത്ത് പൊതിച്ചോറുണ്ടാക്കി ചിലപ്പോൾ ഏതെങ്കിലും നമ്മൾക്ക് സൗകര്യമുള്ള ഫുഡ് ഉണ്ടാക്കിയിട്ട് നെയ്ച്ചോറാണോ ബിരിയാണോ നമ്മളുടെ ഇഷ്ടമുള്ളത് ഉണ്ടാക്കിയിട്ട് പൊതിച്ചോറ് കൂടെ ഞങ്ങളിങ്ങനെ പോവും. സ്ലോവായി പോയി റോഡ് സൈഡിൽ വല്ലവരും ആരെങ്കിലും ഭിക്ഷക്കാർ കിടക്കുന്നുണ്ടോ നോക്കി അവരുടെ കൈകളിലാണ് ഞങ്ങൾ ഫുഡ് കൊടുക്കാറ്. പിന്നെ ഓർഫനേജിൽ പോയിട്ട് കുറച്ച് ഡ്രസ്സ് പാവങ്ങൾക്ക് കൊടുക്കാറുണ്ട്. അങ്ങനെ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് അറിഞ്ഞത്. അതൊക്കെ എനിക്ക് വളരെ വളരെ സന്തോഷമാണ്. ഇപ്പോൾ ഒരു പരിചയമില്ലാത്തവർക്കാണ് കൊടുക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. അതൊക്കെ ഞാനിപ്പോൾ ഇവിടെ വന്നതിന് ശേഷം അറിഞ്ഞത്. അങ്ങനെ എന്നും എനിക്ക് ഇവിടെ ഉടമ്പടിയിൽ തുടരണമെന്നാണ് ആഗ്രഹമുള്ളത്. എപ്പോഴും മാതാവിനോട് ഒട്ടിച്ചേർന്ന് നിന്ന് പോകാനാണ് ആഗ്രഹം. മാതാവ് നമ്മളെ ഒരുപാട് ഉയർത്തി താലോലിച്ച് പരിപാലിച്ച് കൊണ്ടുപോകുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഞങ്ങളുടെ കുടുംബത്തെ. അത് എന്നും ഉണ്ടാവും. മാതാവിനോടൊപ്പം എന്നും ഉടമ്പടിയിലായിരിക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഈശോയ്ക്കും തിരുകുമാരനും മാതാവിന് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. 115-ാം സങ്കീർത്തനം 12-ാം തിരുവചനം. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. അവിടുന്ന് ഇസ്രായേൽ ഭവനത്തെ ആശീർവദിക്കും, അഹ്റോൻ്റെ ഭവനത്തെ അനുഗ്രഹിക്കും. ദൈവം നമുക്ക് നൽകുന്ന വലിയ വാഗ്ദാനമാണത്. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും, അഹ്റോൻ്റെ കുടുംബത്തെ എന്നുപോലെ നമ്മെ അനുഗ്രഹിക്കുമെന്ന് അവിടുന്ന് അരുളി ചെയ്യുകയാണ്. അഹ്റോൻ്റെ പ്രത്യേകത തൻ്റെ ഉണങ്ങിയ വടി ഒരു സ്പിരിച്വൽ യുദ്ധം ഇസ്രായേൽക്കാരുടെ ഇടയിൽ സ്പിരിച്വൽ വഴക്ക്, ആധ്യാത്മിക വഴക്ക്, പിണക്കം ഇസ്രായേൽക്കാരുടെ ഇടയിൽ ഉണ്ടായപ്പോൾ മോശ പറഞ്ഞു, നിങ്ങളുടെ 12 പേരെ തിരഞ്ഞെടുത്തുകൊണ്ട് നിങ്ങൾ ഓരോ ഉണങ്ങിയ വടിയെടുത്ത് അതിൽ നിങ്ങളുടെ പേരെഴുതി കൊണ്ടുവരിക എന്ന്. കുറച്ച് സമയത്തിന് ശേഷം അഹ്റോൻ്റെ വടി മാത്രം പൂത്ത് തളിർത്ത് പച്ചയായി ബദാം ഫലങ്ങൾ ചൂടി നിൽക്കുന്ന ഒരു സംഭവം നാം പഴയ നിയമത്തിൽ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ഇതാണ് അഹ്റോൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചതെന്നപോലെ നിങ്ങളുടെയും കുടുംബത്തെ അനുഗ്രഹിക്കുമെന്ന് പറയുന്നത്. നാം എപ്പോഴെല്ലാം ചിന്തിക്കുന്നുവോ എൻ്റെ ജീവിതത്തിൽ ഇനി ഒന്നും തന്നെ പച്ച പിടിച്ച് വരാനില്ല എന്ന് ചിന്തിക്കുമ്പോഴാണ് പരിശുദ്ധ അമ്മ നമ്മോട് പറയുന്നത് അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന്. വീഞ്ഞ് നഷ്ടപ്പെട്ട ഒരു കല്യാണ വിരുന്നിലേക്കാണ് പരിശുദ്ധ അമ്മ പറയുന്നത് അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന്. മാമുദീസ സമയത്ത് ഈശോയ്ക്ക് ജോർദാൻ നദിയിൽ വെച്ചും സ്വർഗീയ പിതാവ് നമ്മോട് പറയുന്നത് തന്നെയാണ്, ലിസൺ ടു ഹിം, അവനെ കേൾക്കുക എന്നാണ് പറയുന്നത്. പരിശുദ്ധ അമ്മയും ദൈവപിതാവ് നമ്മോട് പറയുന്ന ഒരൊറ്റ കാര്യമാണ്, അവൻ പറയുന്നത് പോലെ ചെയ്യുക, അവനെ ശ്രവിക്കുക. പ്രമദ എന്ന ഈ അമ്മയുടെ ഒരു വലിയ സങ്കടമായിരുന്നു അവർക്ക് വീടില്ല എന്നുള്ളത്. അവരുടെ വീടിൻ്റെ അവസ്ഥയെക്കുറിച്ച് പ്രമദ ഏറ്റുപറയുകയായിരുന്നു. താൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിലെ സിസ്റ്റർ പറഞ്ഞതനുസരിച്ച് ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ 2 മാസത്തിനകം 1 ലക്ഷം രൂപ കടം വാങ്ങി തുടങ്ങിയ വീട് 23 ലക്ഷത്തിൽ ഒരു വലിയ വീട് അവർക്ക് നൽകിയെന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് പ്രമദ ഇവിടെ ഏറ്റുപറയുകയാണ്. നമ്മുടെ സാധ്യതകൾ എന്തുമാത്രമുണ്ടോ എന്ന് നോക്കുമ്പോൾ അത് 0 ആണ്.
ഞാൻ ഈശോയ്ക്ക് എന്തുമാത്രം കൊടുത്തു എന്നതിൻ്റെ അളവിനനുസരിച്ചാണ് അമർത്തി കുലുക്കി നിറച്ചളന്ന് നമ്മുടെ മടിയിലേക്ക് ഈശോ ഇട്ട് തരുന്നത്. അതിനുവേണ്ടി പരിശുദ്ധ അമ്മയാണ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം ഉപേക്ഷിക്കുന്നത്. ഇവൾക്ക് കൊടുത്താൽ അത് തിരിച്ചു കൊടുക്കും, ദൈവത്തിന് ഇവളെ കൊണ്ട് പ്രയോജനമുണ്ടാകും എന്നുള്ള വലിയൊരു തീരുമാനമാണ് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ളത്. ഞാൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മോട് എപ്പോഴും പറയാറുണ്ട്, ദൈവത്തോടൊപ്പം ജീവിക്കുക എന്നുള്ളതൊരു വലിയ തീരുമാനമാണെന്ന്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ എൻ്റെ സ്നേഹത്തിൽ നിങ്ങൾ നിലനിൽക്കുക എന്ന് യോഹന്നാൻ സ്ലേഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കാരണം അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുമ്പോൾ നമ്മെ വെട്ടി ഒരുക്കുകയും നമുക്ക് ശാഖകൾ പുറപ്പെടുവിച്ച് കൂടുതൽ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുകയും ചെയ്യും. അത് ഈശോയോട് കൂടെ നിലനിൽക്കുമ്പോൾ മാത്രമാണ്. അതുപോലെ തന്നെ മകളുടെയും അമ്മയുടെയും ശ്വാസം മുട്ടലിനെ കുറിച്ച് അമ്മ പറയുകയുണ്ടായി. 8 വർഷക്കാലമായിട്ടുണ്ടായിരുന്ന മകളുടെ ശ്വാസം മുട്ടൽ ഇവിടെ ഒന്ന് ഉടമ്പടി പ്രാർത്ഥിച്ച് നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് അവർ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് വളരെ പെട്ടെന്നാണ് അവർക്ക് ആ സുഖത്തിൽ നിന്ന് 2 പേർക്കും സൗഖ്യം ലഭിച്ചതെന്നുകൂടി ഏറ്റുപറയുന്നു. നമ്മുടെ എല്ലാ അസാധ്യതകളെയും ഈശോയ്ക്ക് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മ നമുക്ക് ഗ്രീൻ സിഗ്നൽ കൊടുത്ത് ഈശോ നമുക്ക് സൗഖ്യവും സമാധാനവും എല്ലാം നമുക്ക് നൽകുമെന്ന് ഉറച്ച് വിശ്വസിക്കാവുന്ന വലിയ ശാശ്വതമായ ഒരു പ്രാർത്ഥനയാണ്. ശാശ്വതമായ ഉടമ്പടി എന്ന് ഈശോ പറയുമ്പോൾ അത് നമ്മെ നിത്യതയോളം അവിടുത്തെ പക്കലേക്ക് നമ്മെ കൊണ്ടുപോവുകയും ചെയ്യുന്നു. പ്രമദയ്ക്ക് വീട് ലഭിച്ചതിനും സൗഖ്യം ലഭിച്ചതിനും സമാനമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന രോഗാവസ്ഥയിലും വീടും വഴിയും വെള്ളവുമില്ലാതെ വെളിച്ചമില്ലാതെ കഷ്ടപ്പെടുന്ന എല്ലാ മക്കളുടെയും നിയോഗങ്ങളെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.